കണ്ടോ കണ്ടോ കടല് കണ്ടിട്ടെത്ര നാളായി. അതെ, ഒത്തിരി നാളായി കുട്ടികളെ കൊണ്ട് കടൽ കാണിക്കാനായിട്ട് വന്നിട്ട് ഒത്തിരി നാളായി. അപ്പോൾ വെൽക്കം ബാക്ക് ടു കുറുമ്പ് സിസ്റ്റേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കടൽ കാണാൻ വന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനായിട്ട് നമ്മുടെ കുട്ടികളുമൊത്ത് അവരുടെ ഫ്രണ്ട്സുമായിട്ട് കടൽ കാണാൻ വന്നൊരു അടിപൊളി കുഞ്ഞു വീഡിയോ ആണ്. ഇത് നമ്മുടെ കൊല്ലം അഴീക്കൽ ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നേരത്തെ ഫാമിലി മാത്രമായിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ അന്നൊക്കെ അവർ എൻജോയ് ചെയ്ത് കടൽ കാണുമ്പം നല്ലപോലെ എൻജോയ് ചെയ്തു. എങ്കിലും അതിനേക്കാൾ അവരുടെ ഫ്രണ്ട്സും ഒത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും കിടന്ന് നല്ലപോലെ എൻജോയ് ചെയ്യുകയാണ്. വെള്ളത്തിൽ കിടന്നും ഇരുന്നും ഒക്കെ എടുത്ത് വെള്ളത്തിൽ നല്ലപോലെ ഇറങ്ങി എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. തന്നെയല്ല, ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളുണ്ട്. നമ്മൾ വളരെയധികം സൂക്ഷിച്ചും വേണം ഇവരെ ഈ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാനും. അപ്പം ചേട്ടനാണെങ്കിൽ നല്ല കെയർഫുള്ളായിട്ടാണ് അവരെ നോക്കുന്നത്. എന്നാലും നമ്മൾ പുറത്ത് നിൽക്കുന്ന അമ്മമാർക്ക് വളരെ ടെൻഷനാണ് കുട്ടികൾ ഈ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പുറത്ത് നിന്നതേ ഉള്ളൂ കേട്ടോ, കടലിലേക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾ പുറത്ത് നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു തിരമാല വന്നത്. അപ്പോഴേ ഞങ്ങൾ ഫോൺ ഇട്ട് ഓടിക്കളഞ്ഞു കേട്ടോ. നമ്മുടെ കേരളത്തിലെ തന്നെ അതിമനോഹരമായ ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് നമ്മുടെ അഴീക്കൽ ബീച്ച്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത പറഞ്ഞാൽ ഡോൾഫിനെ കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് വന്നപ്പോൾ നമുക്ക് 1, 2, 3 അടുത്ത് ഡോൾഫിനൊന്ന് പൊങ്ങുന്നത് കണ്ടു. ആ ഡോൾഫിനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് പക്ഷേ ഒരു ചെറിയൊരു ഇതേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ചെറിയൊരു ഇതേ നോക്കിക്കേ, ചെറുതായിട്ട് നമുക്ക് ഡോൾഫിനെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് പൊങ്ങി താഴുന്നതായിട്ട് കാണാം. അതേ എനിക്കൊരു വ്യൂവേ കിട്ടിയുള്ളൂ കേട്ടോ. പക്ഷേ ചെറുതായിട്ടെങ്കിലും എല്ലാവർക്കും വളരെ സന്തോഷമായി കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇനി കയറി അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് നമ്മളിത് ഇങ്ങനെ ആ പാലത്തിൽ കൂടെ അങ്ങോട്ട് നടന്നുകൊണ്ട് പോയപ്പോഴായിരുന്നു ഒരു ചേട്ടനെ അതേ ഒരു മീനെയൊക്കെ ചൂണ്ടയിട്ട് പിടിച്ച് ഇവിടെ നിൽക്കുന്നത് കണ്ടത്. അതൊരു അമൂർ എന്ന് പറയുന്ന ഒരു മീനായിരുന്നേ. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് അവരെല്ലാവരും ചൂണ്ടയിടുന്നത്. അപ്പോൾ നമ്മൾ ആ കാണുന്നത് നമ്മുടെ അഴീക്കൽ ആ ബ്രിഡ്ജാണ് കാണുന്നത്. അങ്ങനെ അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഞങ്ങളതേ ബീച്ചിൽ നിന്ന് കയറുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നല്ല ചൂട് മുളക് ബജിയും നല്ല ചൂട് ചായയൊക്കെ ഉണ്ട്. അതുപോലെ പാനിപ്പൂരിയും അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.